ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുകയും നമ്മളെ വിട്ടുപോയ അല്ലെങ്കിൽ പൂർവികരെ അവരെ ആദരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഭാരതം നമുക്ക് നൽകുന്ന വലിയൊരു മഹത്തായ സന്ദേശമാണ്. അങ്ങനെ ഒരു ദിനമാണ് കർക്കിടക മാസത്തിലെ വാവ്. എള്ളുപൂവ് ചന്ദനത്താൽ തർപ്പണം ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ഈ ബലി ഇട്ട് കഴിഞ്ഞാൽ അത് കാക്കയ്ക്ക് കൊടുക്കണമെന്നൊരു സമ്പ്രദായമുണ്ടല്ലേ. പിതൃക്കൾക്ക് മോക്ഷമേകാൻ കർമ്മവും ചെയ്തു. ഇവിടെ നമ്മൾ പൊതുവെ പുഴയിൽ അങ്ങനെ ഒഴുക്കി കളയുക, അത് തമ്മിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? മത്സ്യത്തിന് കൊടുക്കുക അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുക എന്നുള്ളത് ഈ ആണ്ടുബലി കർമ്മങ്ങളും ശ്രാദ്ധകർമ്മങ്ങളും ഒപ്പം കർക്കിടക വാവ് ബലിയും അത് നിഷ്ഠയോടെ എന്നും ചെയ്യുന്നതാണ് പിതൃക്കൾക്ക് ഇഷ്ടം. എള്ളെണ്ണ എള്ളുതിരി വെള്ള നിവേദ്യം ജലധാര വിൽവഹാരം. മരിച്ചതിന് ശേഷമുള്ള കർമ്മങ്ങളിലെ അതിവിടെ ചെയ്യിക്കണ്ടോ? അത് വർഷത്തിലൊരിക്കൽ മാത്രം. ശിവശങ്കരന് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം എടുത്തു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു മാറ്റമുണ്ടോ? ഈ ബലിയിടുന്ന രീതികൾക്കൊക്കെ മാറ്റമുണ്ടോ? ശ്രീഹരന് ശിവശങ്കരന്. പിതാവിനോടോ അല്ലെങ്കിൽ മാതാവിനോടോ ഉള്ള ആ ഒരു കണക്ഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുവാൻ ഇതൊരു മാർഗ്ഗമാണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും അവരിതിൽ വന്ന് പങ്കുചേരുന്നുള്ളതാണ്. വിശ്വാസം അതാണ് എല്ലാം എന്നുള്ളത്. കൈലാസശൈലത്തിൽ അമരുമീ മഹാനഗരത്തിന്റെ വിശേഷങ്ങളുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30, എല്ലാ ശനിയാഴ്ചയും രാത്രി 11:30 കാണാൻ മറക്കരുത്. ഓൺലി ഓൺ ജനം TV. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. Powered by Aegon Shipping, brought to you by Amritവേണി.